നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. നടനും മിമിക്രി കലാകാരനുമായിരുന്ന കൊല്ലം സുധിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ കുടുംബം മലയാളി പ്രേക്ഷകർക്കേറെ സുപരിചിതമാണ്. കൊല്ലം സുധിയുടെ മകൻ കിച്ചു എന്ന രാഹുൽദാസും പ്രേക്ഷകർക്ക് പ്രിയങ്കരനാണ്. സുധിയുടെ ആദ്യ ഭാര്യയിലെ മകനാണ് കിച്ചുവെങ്കിലും സുധി പിന്നീട് വിവാഹം കഴിച്ച രേണു കിച്ചുവിനെ സ്വന്തം മോനെ പോലെയാണ് വളർത്തിയത്. കിച്ചുവിനെല്ലാം അച്ഛനായിരുന്നു. കൈക്കുഞ്ഞായിരുന്ന കിച്ചുവിനെ ഉപേക്ഷിച്ച് ആദ്യ ഭാര്യ പോയപ്പോൾ സുധി തനിച്ചാണ് കിച്ചുവിനെ വളർത്തിയത്. അച്ഛൻ അപ്രതീക്ഷിതമായി വിട്ടുപോയപ്പോൾ നടുക്കടലിൽ ഉൾപ്പെട്ട അവസ്ഥയിലായിരുന്നു കിച്ചു. പിന്നീട് പതിയെ ആ സങ്കടങ്ങളിൽ നിന്നെല്ലാം തിരിച്ചു കയറി. ഇപ്പോൾ പഠനത്തിന് പ്രാധാന്യം നൽകിയാണ് മുന്നോട്ട് പോകുന്നത്. അതിനിടയിൽ തന്റെ സന്തോഷങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കാനായി ഒരു യൂട്യൂബ് ചാനലും ആരംഭിച്ചു. 2 ലക്ഷത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലും കിച്ചുവിനുണ്ട്. കൊല്ലത്താണ് താമസമെങ്കിലും ഇടയ്ക്ക് അനിയനെ കാണാനായി കിച്ചു കോട്ടയത്ത് വരാറുണ്ട്. അടുത്തിടെ രേണുസുധിയും കിച്ചുവും തമ്മിലുള്ള തർക്കം വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. കുട്ടിക്കാലം മുതൽ നേരിട്ട കൈപ്പേറിയ അനുഭവങ്ങളും അവഗണനകളെയും ഒറ്റപ്പെടലിനെ കുറിച്ചുമാണ് കിച്ചു സംസാരിച്ചത്. അച്ഛൻ കൊല്ലം സുധി മരിച്ച കാര്യങ്ങളെക്കുറിച്ചും കിച്ചു വികാരാധിതനായി സംസാരിച്ചിരുന്നു. എന്നാൽ കിച്ചുവിന്റെ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ രേണുസുധിക്കെതിരെ സൈബർ ആക്രമണം രൂക്ഷമാവുകയാണ്. ഇപ്പോഴിതാ കുഞ്ഞനിയനായ ഋതപ്പനെ കാണാൻ കോട്ടയത്തെ വീട്ടിലെത്തിയ കിച്ചു സുധിയുടെ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. അടുത്തിടെ നടന്ന വിവാദങ്ങൾക്കും തുറന്നു പറച്ചിലിനും ശേഷം കിച്ചു ആദ്യമായാണ് കോട്ടയത്തുള്ള രേണുവിന്റെ വീട്ടിലേക്ക് എത്തുന്നത്. ചെറിയൊരു ആശങ്കയോടെയായിരുന്നു കിച്ചു വീട്ടിലേക്ക് കയറിയത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവരുടെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന് അറിയില്ല. എന്തായാലും നോക്കാം. നേരത്തെ വിളിച്ചു പറഞ്ഞിട്ടൊന്നുമില്ല. വിളിക്കാതെയാണ് ചെല്ലുന്നത്. അന്നത്തെ സംഭവത്തിന് ശേഷം വിളിച്ചിട്ടില്ല. എല്ലാവരുടെയും ചെരുപ്പ് പുറത്ത് കാണുന്നുണ്ട് എന്ന് പറഞ്ഞാണ് കിച്ചു സുധിലയത്തിലേക്ക് കയറി ചെന്നത്. രേണു വീട്ടിൽ ഉണ്ടായിരുന്നില്ല. രേണുവിന്റെ മാതാപിതാക്കളും മറ്റുമാണ് ഉണ്ടായിരുന്നത്. ഋതപ്പനെ കണ്ടതും കിച്ചു വാരിയെടുത്ത് ഉമ്മകൾ കൊണ്ട് മൂടി. ചേട്ടന്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന ഋതുവിന്റെ മുഖം കാണുന്നവരിലും സന്തോഷം നിറച്ചു. രേണുവിനെ എയർപോർട്ടിൽ നിന്നും കൊണ്ടുവരാനായി പോകാൻ തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു എല്ലാവരും. ഋതപ്പനും അതിനായി ഒരുങ്ങി നിന്നിരുന്നു. പിന്നീട് രേണുവിനെ വിളിച്ച് കിച്ചുവിനൊപ്പം ഋതപ്പനെ വിടാനുള്ള സമ്മതം വാങ്ങി. രേണുവിന്റെ ചേച്ചി രമ്യയുടെ മക്കളായ ലെബനോനെയും ലുദിയെയും ഋതപ്പനൊപ്പം കിച്ചു കൂട്ടിയിരുന്നു. പിള്ളേരുമായി അവർക്ക് ഇഷ്ടപ്പെട്ട ഗെയിമുകളെല്ലാം ഉള്ള കോട്ടയം ലുലുമാളിൽ പോയി സമയം ചെലവഴിക്കാൻ പോവുകയാണ്. ലുലുമാളിൽ സമയം കുട്ടികളുമായി ചെലവഴിച്ച് ഋതപ്പനും രേണുവിന്റെ ചേച്ചിയുടെ മക്കളായ ലെബനോനും ലുദിയയ്ക്കും പ്രിയപ്പെട്ട ചിക്കിങ്ങും വാങ്ങി നൽകി കിച്ചുവും കൂട്ടുകാരും. രാത്രിയോടെയാണ് കിച്ചുവും കൂട്ടുകാരും പിള്ളേരുമൊത്തുള്ള ഔട്ടിംഗ് കഴിഞ്ഞ് തിരികെ വന്നത്. പിള്ളേരെ തിരിച്ചു കൊണ്ടുവിട്ടു. എറണാകുളത്ത് പോവുകയാണ് അവർ എന്നതുകൊണ്ട് പിള്ളേരുമായി കറങ്ങാൻ പോകാൻ പറ്റില്ല എന്നാണ് കരുതിയത്. ഇവിടെ തന്നെ ഏതെങ്കിലും ഷോപ്പിലൊക്കെ കൊണ്ടുപോയ ശേഷം തിരികെ കൊണ്ടുവരാമെന്നാണ് കരുതിയത്. ഋതപ്പൻ വിഷമിച്ചിരിക്കുന്നത് കണ്ടതുകൊണ്ട് അമ്മയുടെ പപ്പയെ വിളിച്ചു ചോദിച്ചു. ആദ്യം പപ്പ പറഞ്ഞു നടക്കത്തില്ലെന്ന്. ഇപ്പോൾ കണ്ടില്ലേ, ആ രീതിയിൽ പൊക്കോളൂ എന്ന് പറഞ്ഞു. പിന്നെ അമ്മയെ വിളിച്ചു ചോദിച്ചു. അമ്മ സമ്മതം പറഞ്ഞു. അതുകൊണ്ട് അവനെ കൊണ്ടുപോയി. ഇപ്പോൾ അവൻ ഹാപ്പിയാണെന്ന് തോന്നുന്നു എന്നും കിച്ചു പറഞ്ഞു. രമ്യ ചേച്ചി വിളിച്ചു ചോദിച്ചു, എന്റെ പിള്ളാരെ നീ എവിടെ കൊണ്ടുപോകുന്നടാ എന്നൊക്കെ. ഋതപ്പനെ മാത്രമായി എനിക്ക് ഔട്ടിങ്ങിന് കൊണ്ടുപോകാൻ പറ്റില്ല. പണ്ട് മുതൽ 3 പിള്ളേർക്കുമായി മാത്രമേ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുള്ളൂ. ആ രീതിയിൽ കൊണ്ടുപോയതാണ്. 5 മിനിറ്റ് 10 മിനിറ്റ് കൂടുമ്പോൾ വിളിക്കുന്നുണ്ടായിരുന്നു അവർ. ഋതപ്പനെ മാത്രമായി ഞാൻ എങ്ങനെ കൊണ്ടുപോകും എന്നും കിച്ചു ചോദിക്കുന്നുണ്ട്. എന്ത് സാധനം വാങ്ങിയാലും 3 പേർക്കും ഞാൻ വാങ്ങാറുണ്ട്. പിള്ളേരെല്ലാം നമ്മുടെ സ്വന്തമല്ലേ. പിള്ളേർക്ക് എന്തറിയാം. എല്ലാം നിങ്ങളെ കൂടി കാണിക്കാമെന്ന് കരുതിയാണ് വ്ലോഗായി ചെയ്തത് എന്നായിരുന്നു കിച്ചു പറഞ്ഞത്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഋതപ്പനെ കാണാൻ കിച്ചു വരണമെന്നും അടുത്ത വരവിൽ കൊല്ലത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്നും കമന്റ് ചെയ്യുന്നവരുണ്ട്. അതേസമയം അതുപോലെ പഴയൊരു സന്തോഷം ഋതുവിന്റെ മുഖത്ത് കാണാനില്ല എന്നും അതെന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ കിച്ചുവിനെ ഉപദേശിച്ചും ചിലർ കമന്റുകൾ കുറിച്ചിരുന്നു. ഋതപ്പനെ എല്ലാവരും ചേർന്ന് പേടിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നുവെന്നും അതുകൊണ്ടാകും കിച്ചുവുമായി അടുക്കാൻ മടിക്കുന്നത് എന്നുമാണ് വ്ലോഗ് കണ്ടവരും കുറിച്ചത്. ഋതപ്പൻ ആരെയോ പേടിക്കുന്നത് പോലെ കുട്ടിയെ പറഞ്ഞ് മനസ്സ് മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കിച്ചു വന്നാൽ പോകരുതെന്ന് പറഞ്ഞ് എല്ലാവരും ചേർന്ന് മനസ്സ് മാറ്റി കാണും. ആകെ പേടിച്ച് ഭയന്നാണ് ആ കുട്ടി ഇരിക്കുന്നത്. പഴയതുപോലെ അല്ല കുട്ടി കിച്ചുവിനോട് ബിഹേവ് ചെയ്യുന്നത്. ആ കുഞ്ഞിന് പേടിയോ ടെൻഷനോ ഉള്ളതുപോലെ തോന്നുന്നു. കിച്ചു, നീ നിന്റെ കൂടപ്പിറപ്പിനെ ഇടയ്ക്കിടെ പോയി കാണണം. ആ കുട്ടിക്ക് പണ്ടത്തേക്കാൾ എന്തോ മാറ്റമുണ്ട്. അവൻ ആരെയും പേടിക്കുന്നുണ്ട്. കുഞ്ഞിനെ എന്തോ പറഞ്ഞ് പേടിപ്പിച്ച് നിർത്തിയേക്കുകയാണെന്ന് തോന്നുന്നു എന്നാണ് ഏറെ കമന്റുകൾ. രേണുവിന്റെ മാതാപിതാക്കളാണ് ഋതുവിനെ സംരക്ഷിക്കുന്നത്. വിരളമായി മാത്രമാണ് രേണു മകനൊപ്പം സമയം ചിലവഴിക്കുന്നത്. ഋതുവിന് ചേട്ടനായി മാത്രമല്ല അച്ഛന്റെ സ്ഥാനത്ത് കൂടി നിന്നാണ് കിച്ചു ഓരോന്നും കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കുന്നത്. ഇരുവരും തമ്മിൽ 15 വയസ്സോളം പ്രായ വ്യത്യാസമുണ്ട്.
ഇക്കഴിഞ്ഞ ഓണത്തിന് ഋതപ്പനെ കൊല്ലത്തേക്ക് കൊണ്ടുവന്നിരുന്നു കിച്ചു. എന്നാൽ ചെറിയ കുട്ടിയായതിനാൽ ഇപ്പോൾ കിച്ചുവിന് അവനെ ഒപ്പം കൊണ്ടുപോയി സംരക്ഷിക്കാൻ കഴിയില്ല എന്നാണ് വീഡിയോയ്ക്ക് വന്ന കമന്റുകൾ. അതേസമയം വിവാദങ്ങൾക്കിടയിൽ കിച്ചുവിനോടുള്ള തന്റെ സ്നേഹത്തെക്കുറിച്ച് രേണു തുറന്നു പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു. സമൂഹത്തിൽ മാതാപിതാക്കളെയും മക്കളെയും പരസ്പരം ഉപേക്ഷിക്കുന്ന സംഭവങ്ങൾ പതിവായി കാണാറുണ്ടെന്നും അത്തരം കാര്യങ്ങളെ ജീവിതത്തിന്റെ ഭാഗമായി കാണേണ്ടി വരുമെന്നുമാണ് രേണു പറയുന്നത്. കിച്ചു എന്നെ തള്ളി പറഞ്ഞാലും ഞാൻ അവനെ അവന്റെ വഴിക്ക് വിടും. പിന്നാലെ പോയി ശല്യം ചെയ്യില്ല. അവൻ 22 വയസ്സുള്ള യുവാവാണ്. സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രായമുണ്ട്. പക്ഷെ അതുകൊണ്ട് അമ്മ എന്ന നിലയിൽ അവനോടുള്ള സ്നേഹം ഒരിക്കലും കുറയില്ല എന്നാണ് രേണു പറഞ്ഞത്. കിച്ചു ആണ് തന്നെ ആദ്യമായി അമ്മ എന്ന് വിളിച്ചതെന്നും ആ നിമിഷം ഇന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുണ്ടെന്നും രേണു കൂട്ടിച്ചേർത്തു. ആ വിളി എനിക്ക് ഒരിക്കലും മറക്കാനാവില്ല. അതുകൊണ്ട് തന്നെ എത്ര അകലം വന്നാലും അവനോടുള്ള സ്നേഹം മാറില്ല എന്നും രേണു പറഞ്ഞു. ഇതിനിടയിൽ സോഷ്യൽ മീഡിയയിൽ വർഷങ്ങളായി കടുത്ത വിമർശനങ്ങൾ നേരിടുന്ന രേണുസുതി പുതിയ ആരോപണങ്ങൾക്ക് ശക്തമായി മറുപടി നൽകിയിരിക്കുകയാണ്. രേണുവിന്റെ ഇളയ മകൻ ഋതുവിന്റെയും പിതൃത്വം ചോദ്യം ചെയ്ത സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഷെഫീന ബീവിയുടെ പരാമർശങ്ങൾക്കാണ് രൂക്ഷമായ ഭാഷയിൽ രേണു മറുപടി നൽകിയതും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. DNA ടെസ്റ്റ് വേണമെങ്കിൽ അത് നടത്താം, പക്ഷേ അതിന് സുധിച്ചേട്ടന്റെ കല്ലറ തുറന്ന് റീപോസ്റ്റ്മോർട്ടം ചെയ്ത് തെളിയിക്കണം. അതിന് ചെലവും നടപടിയും നിങ്ങൾ തന്നെ ഏറ്റെടുക്കൂ. എനിക്കും സത്യം തെളിയിക്കാൻ ആഗ്രഹമുണ്ടെന്നാണ് രേണു ഇൻസ്റ്റഗ്രാം റീലിലൂടെ പ്രതികരിച്ചത്. സ്വകാര്യ ജീവിതത്തെയും കുട്ടികളെയും ചുറ്റിപ്പറ്റിയുള്ള ഇത്തരം ആരോപണങ്ങൾ അതിരുവിട്ടതാണെന്നും വ്യക്തിപരമായ അതിരുകൾ ലംഘിക്കുന്ന വിമർശനങ്ങളെ ഇനി സഹിക്കില്ല എന്നുമുള്ള സന്ദേശമാണ് രേണുവിന്റെ പ്രതികരണത്തിലൂടെ വ്യക്തമായത്. അതേസമയം കിച്ചുവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇതുവരെ പ്രതികരണം ലഭിച്ചിട്ടില്ലെന്നും രേണു വ്യക്തമാക്കി. ഭർത്താവ് കൊല്ലം സുധിയുടെ മരണശേഷം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തന്റെ തീരുമാനങ്ങൾ പലപ്പോഴും സൈബർ ആക്രമണങ്ങൾക്ക് വഴിവെച്ചിരുന്നുവെങ്കിലും രേണു തന്റെ നിലപാടുകളിൽ നിന്ന് പിന്മാറിയിട്ടില്ല. വിധവയായ ശേഷം ഒതുങ്ങി ജീവിക്കണമെന്ന സമൂഹത്തിന്റെ പ്രതീക്ഷകൾ അവഗണിച്ച് അഭിനയം, സോഷ്യൽ മീഡിയ, പൊതുപരിപാടികൾ തുടങ്ങിയ എല്ലാ മേഖലകളിലും രേണു സജീവമായി തുടരുകയായിരുന്നു. കൊല്ലം സുധിയുടെ ചിത്രം വർഷങ്ങളോളം പ്രൊഫൈൽ ഫോട്ടോയാക്കി വെച്ചിരുന്ന രേണു അടുത്തിടെ സ്വന്തം ചിത്രം പ്രൊഫൈൽ ഫോട്ടോ ആക്കുകയും ഔദ്യോഗിക പേരായ രേഷ്മ പി തങ്കച്ചൻ എന്ന പേരിലേക്ക് മാറുകയും ചെയ്തത് വലിയ ചർച്ചയായിരുന്നു. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.